നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഒഴികെ വൻ വോട്ട് ചോർച്ച. മഞ്ചേശ്വരത്ത് ഇടത് വോട്ടുകളിൽ വൻ കുറവുണ്ടായത്. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. ജില്ലയിൽ ആകെയുള്ള 5 നിയോജക മണ്ഡലങ്ങളിൽ 4ഇടത്തും LDFന് 2021 അപേക്ഷിച്ച് വോട്ട് ചോർച്ചയുണ്ടായി. ഇടത് സ്വതന്ത്രൻ ഷാനവാസ് ബഹാദൂർ മത്സരിച്ച കാസർഗോട്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത്. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച INL സ്ഥാനാർത്ഥിക്ക് 28,323 വോട്ട് ലഭിച്ചപ്പോൾ ഇത്തവണ അത് 36,678 വർദ്ധിപ്പിക്കാനായി. 8,355 വോട്ടിന്റെ വർധനവുണ്ടായി. അതേസമയം UDF 13,100 NDA 3,303 വോട്ടുകൾ വർദ്ധിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ മത്സരിച്ച മഞ്ചേശ്വരത്താണ് ഞെട്ടിക്കുന്ന വോട്ട് ചോർച്ച. കഴിഞ്ഞ തവണ ലഭിച്ച 40,639 വോട്ട് കേവലം 21,212 കുറഞ്ഞത്. 19,427 വോട്ടിന്റെ ഞെട്ടിക്കുന്ന കുറവ്. ജയാനന്ദയുടെ സ്വന്തം ബൂത്തിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ല. മഞ്ചേശ്വരം പഞ്ചായത്തിലെ വാമഞ്ചൂർ GLP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് 661 വോട്ട് ലഭിച്ചപ്പോൾ ജയാനന്ദയ്ക്ക് ലഭിച്ചത് 93 വോട്ട് മാത്രം. NDA സ്ഥാനാർത്ഥിക്ക് ഇവിടെ 164 വോട്ട് ലഭിച്ചു. പാർട്ടിയെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെയുള്ള വോട്ടർമാർ പൂർണ്ണമായി കൈയൊഴിഞ്ഞുവെന്നാണ് ഈ കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ UDF 31,190 വോട്ട് കൂട്ടി. NDAയ്ക്കും 2,683 വോട്ടിന്റെ വർധനയുണ്ട്. LDFന് കുറഞ്ഞ വോട്ടുകളിൽ കൂടുതലും ലഭിച്ചത് UDFനാണ്. എന്നാൽ ഭൂരിപക്ഷം 29,252 ഉള്ളതിനാൽ ഈ വോട്ടുകൾ കുറച്ചാലും UDF സ്ഥാനാർത്ഥി 9,825 വോട്ടിന് വിജയിക്കുമായിരുന്നു. ഉദുമയിൽ 4,601, കാഞ്ഞങ്ങാട്ട് 4,695, തൃക്കരിപ്പൂരിൽ 7,497 വോട്ടുകൾ LDFന് കുറഞ്ഞു. UDFന് ഈ മണ്ഡലങ്ങളിൽ യഥാക്രമം 13,568, 7,128, 23,095 വോട്ടുകൾ കൂടി. NDAയ്ക്ക് ഉദുമയിലും കാഞ്ഞങ്ങാട്ടും യഥാക്രമം 6,539, 5,493 വോട്ടുകൾ കൂടിയപ്പോൾ തൃക്കരിപ്പൂരിൽ 3,124 വോട്ട് കുറഞ്ഞു. മറ്റിടങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ BJPയിൽ നിന്നുള്ളവരാണെങ്കിൽ ഇവിടെ 2020 മത്സരിച്ചത്. തൃക്കരിപ്പൂരിൽ LDFൽ നിന്നും NDAയിൽ നിന്നും വോട്ട് ചോർന്നു. LDF വോട്ട് സന്ദീപ് വാര്യർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹമായതിനാൽ NDA വോട്ട് എവിടേക്ക് പോയെന്ന് വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.